ഡയറക്റ്റ് ചെയ്ത് റോഷൻ മാത്യു, സെറീന ജിഹാബ് തുടങ്ങിയവർ ലീഡ് റോൾ ചെയ്തിട്ടുള്ള ഇത്തിരി നേരം എന്ന സിനിമയെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഈ സിനിമയുടെ തുടക്കം കാണുമ്പോൾ നമുക്കൊരു 96ൻ്റെ ഒരു വേറൊരു ലൈറ്റ് വേർഷൻ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. തൻ്റെ കുട്ടിയുടെ മാമോദിസ അടുത്ത ദിവസം നടക്കാൻ ഫ്രണ്ട്സിനൊപ്പം ഒരു രാത്രി ജസ്റ്റ് ഒന്ന് ഒരു സ്മോളൊക്കെ അടിച്ചിരിക്കാൻ പോകുന്ന നായകൻ അങ്ങനെ തൻ്റെ പഴയ കാമുകിയിൽ നിന്നൊരു കോള് വരികയാണ്, ഞാൻ നാട്ടിലുണ്ട്, നമുക്കൊന്ന് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ തമ്മിലുള്ള ആ ഒരു വൺ നൈറ്റ് ഒരു ഇത്തിരി നേരം നമ്മളെ സിനിമയുടെ പേര് പറയുന്നത് പോലെ സ്പെൻഡ് ചെയ്യുമ്പോഴുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ നമുക്ക് നല്ലൊരു ഫീലൊക്കെ തരുന്നുണ്ട്. കാരണം അവർ കുറച്ച് സമയം അവർ ഒരുമിച്ച് ചിലവഴിക്കുന്നു, അവരുടെ പഴയ കഥകൾ ഓർത്തെടുക്കുന്നു തുടങ്ങിയ ഞാൻ പറഞ്ഞ പോലെ 96 പോലെ ഒരു ഫീലായിട്ടുള്ളൊരു മൊമെൻറ്റ് നമുക്ക് കിട്ടുന്ന ഒരു ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ ഉണ്ട്. പിന്നീട് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ സിനിമ കുറച്ചുകൂടെ എന്താ പറയുക, 96 എന്ന് പറയുന്ന ഒരു ടിപ്പിക്കലൊരു കൾട്ട് ക്ലാസിക് ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ആ ഫീല് ആദ്യമൊക്കെ നിലനിർത്തിയെങ്കിൽ പിന്നീട് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ന്യൂജൻ മോഡലാക്കിയിട്ട് 96ൻ്റെ ഒരു ന്യൂജൻ മോഡലാണ് പടം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് അവരൊരു ചെറിയൊരു പ്രശ്നവും അതിനെ അവരെങ്ങനെ തരണം ചെയ്തു എന്നൊക്കെയാണ് സെക്കൻഡ് ഹാഫിലുള്ളത്. എനിക്ക് ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം വർക്കായി, സ്ലോ ആണെങ്കിലും. പക്ഷേ സെക്കൻഡ് ഹാഫ് അങ്ങോട്ടൊന്നും എനിക്ക് സെറ്റായില്ല. കാരണം അതുവരെ കണ്ട ഒരു സംഭവം ആയിരുന്നില്ല സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ. പിന്നീട് കുറേ നേരം ഒരു ബോറിംഗ് ആയിരുന്നു. പിന്നെ അവസാനം കുറച്ച് നേരം കൊള്ളായിരുന്നു. എനിക്ക് പേഴ്സണലി ഇതൊരു ആവറേജ് മൂവി ആയിട്ടേ തോന്നിയുള്ളൂ. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം മ്യൂസിക് ആയാലും ഭയങ്കര സട്ടിലായിട്ടുള്ള മ്യൂസിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ ഒരു കോമ്പിനേഷൻസ് ഒക്കെ നൈസായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കഥയിൽ വരുന്ന ഒരു വേരിയേഷൻ, എങ്ങനെയാണ് സിറ്റുവേഷൻ ആയിട്ട് മാറുന്നത് എന്നുള്ള ഒരു സംഭവമൊക്കെ കാണിച്ചിട്ടുണ്ട്. സോ ഇത്തിരി നേരം എനിക്ക് തോന്നിയത് ഒരു ആവറേജ് മൂവിയാണ്. ചിലപ്പോൾ എല്ലാവർക്കും എന്നെ പോലെ ആയിരിക്കണം എന്നില്ല, ചില ആളുകൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടേക്കാം. സോ കാണുക. നമുക്ക് റോഷൻ മാത്യുവും സെറീനയും കോമ്പിനേഷൻസ് ഒക്കെ നന്നായിരുന്നു കാണാൻ. സോ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. ഒരു ആവറേജ് മൂവി, OTTയിൽ ഇരുന്ന് ചുമ്മാ കാണാവുന്ന ഒരു പടമാണ് ഇത്തിരി നേരം. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.